ഹലോ ഗായ്സ്, ഡേ 3 ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് മണാലി. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. ആലു പൊറാത്തയുടെ ഒപ്പം അവർ കൂടെ തരുന്നത് കേർഡാണ്. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. പക്ഷെ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഒന്നെടുത്തു, അവിടെ തന്നെ വെച്ചു. മോർണിംഗ് 7 മണിക്ക് എഴുന്നേറ്റ് 7:30 റെഡിയായി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് 8 മണിക്കാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. മഞ്ഞ് കാണണമെങ്കിൽ, മഞ്ഞിൽ കളിക്കണമെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങിയാലേ ശരിയാവുള്ളൂ. കാരണം ഇപ്പോൾ മെയ് ആണ്, നല്ല മഞ്ഞ് കുറവുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിനൊക്കെ നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാനിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, സോലങ് വാലിയിൽ പോകണം, മഞ്ഞിൽ കുറേ നേരം കളിക്കണം, അത് കഴിഞ്ഞിട്ട് അറ്റാൽ ടണൽ ഒന്ന് വിസിറ്റ് ചെയ്യണം. തലേ ദിവസം നമുക്കൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഉറപ്പിച്ച് പറഞ്ഞു സോലങ് വാലിയിൽ മഞ്ഞില്ല. ഓൾറെഡി ബോഡി വീക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. രാത്രി ഉറങ്ങാനും തണുപ്പുകാരനും ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ആഗ്രഹിച്ച ഹഡിംബ ടെമ്പിൾ കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത് തന്നെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ഡെസ്പായി. പക്ഷേ സീരിയസ്ലി അത് എന്തുകൊണ്ടും ഒരു നല്ല തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വണ്ടി റോക്താങ് പാസിലേക്ക് വിടുന്നത്. മണിക്കൂറുകൾ നീണ്ട യാത്രക്ക് ഇടയിൽ ഇതുപോലെ കിട്ടിലൻ സൈറ്റ് സീയിങ് കിട്ടി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മഞ്ഞ് കാണാൻ ഇറങ്ങിത്തിരിച്ച് ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ടു പോകുമ്പോൾ എന്തോ അടിവയറ്റിലൊരു മഞ്ഞ് വീണ പോലത്തെ ഒരു കുളിര് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ മൈ ഫേവറേറ്റ് ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു ദി ഫസ്റ്റ് സ്നോ ഡേ ഓഫ് മൈ ലൈഫ്. ഇത്രയും അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ കിറുങ്ങിയിരിക്കണമായിരുന്നു. എനിക്ക് തോന്നണില്ല വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇത്രയും ലഹരി ഉണ്ടാവുമെന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ ബസ്സിലിരിക്കുന്ന ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ വേറെ എവിടെയോ ആണ്. ഞാൻ വേറെ ഏതോ ഒരു ഡ്രീമി ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ. പക്ഷെ ഇടയ്ക്ക് നീ ഭൂമിയിലാണ് എന്നറിയിക്കാൻ വേണ്ടി പാടില്ലായ്മകളൊക്കെ ഉള്ളിൽ നിന്ന് അങ്ങ് വരും. പക്ഷെ ആ ചാപ്റ്ററൊക്കെ ഞാൻ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് ഇവിടെ ഞാനങ്ങ് അർമാദിക്കുകയാണ്. ആദ്യമായിട്ട് സ്നോ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ എന്തൊക്കെയോ പറയാനായിട്ട് ക്യാമറ എടുത്ത് വെച്ചതാണ്. പക്ഷെ ഐ കാൺട്ട് എക്സ്പ്രസ് മൈ ഫീലിംഗ് ത്രൂ മൈ വേർഡ്സ് ബിക്കോസ് ഓഫ് മൈ ശ്വാസമുട്ടൽ.
സോ ആ വിഷമം അങ്ങ് തീർന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം ഇതാ തിരിച്ചു പോവാണ്. എന്തൊക്കെയോ കാണിച്ചു. ആദ്യമായിട്ട് മഞ്ഞ് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ചക്കക്കൂട്ടാൻ കണ്ട പിള്ളേരെ പോലെ അങ്ങനെ ഒരു വൈബായിരുന്നു ഇവിടെ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പോരണമല്ലോ, അവിടെ തന്നെ നിന്നിട്ട് എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായാലും ഞാൻ നല്ല കിഡിലൻ ഹാപ്പി മൈൻഡാണ്. നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.